നമസ്കാരം. ഗീതു മോഹൻദാസും നയൻതാരയും 2005 ടി.എ. റസാക്ക് തിരക്കഥ എഴുതി മമ്മൂട്ടിയെ നായകനാക്കി കമൽ സംവിധാനം ചെയ്ത രാപ്പകലിലെ രണ്ട് കഥാപാത്രങ്ങളാണ് ഒരുമിച്ച് ഒരു സിനിമയിൽ ഇരുവരും അഭിനയിച്ച ചിത്രം. ഇപ്പോൾ 2 ദശകം കഴിഞ്ഞു. 20 വർഷം കഴിഞ്ഞ് 21ാമത്തെ വർഷത്തിൽ ഇന്ത്യ ആകെ ഉറ്റുനോക്കുന്ന ഒരു സിനിമ സംവിധാനം ചെയ്ത് പുറത്തിറക്കുകയാണ് ഗീതു മോഹൻദാസ്. ടോക്സിക്. യാഷിനെ നായകനാക്കി ഗീതു സംവിധാനം ചെയ്യുന്ന ടോക്സിക്കിലെ ഒരു പ്രധാന വേഷം ചെയ്യുന്നത് അതേ നയൻതാര. ചുരുക്കത്തിൽ ഇരുവരും വീണ്ടും ഒരുമിക്കുന്ന സിനിമ, അതിനപ്പുറത്ത് യാഷിൻ്റെ സിനിമ, അതിനെല്ലാം അപ്പുറത്ത് കണ്ട അർമാദിച്ച വിദ്വേഷ പ്രചരണങ്ങളെയും അപവാദ പ്രചരണങ്ങളെയും ഒക്കെ അതിജീവിച്ച് ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത് പുറത്തു വരുന്ന സിനിമ. ടോക്സിക്കിൻ്റെ ട്രെയിലർ പുറത്തു വന്നത് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഏതായാലും ട്രെയിലറിനെ കുറിച്ചല്ല നമ്മളിവിടെ സംസാരിക്കുന്നത്. ആ ട്രെയിലർ ലോഞ്ചിൽ നടന്ന വൈകാരികമായ ചില പ്രകടനങ്ങളെക്കുറിച്ചാണ്. അത് നിങ്ങളെയും കൂടി കേൾപ്പിക്കാം എന്ന് വിചാരിച്ചാണ് വന്നത്. 500 കോടിക്ക് മുകളിൽ ചെലവാക്കിയ സിനിമ എന്നൊക്കെയാണ് വിക്കിപീഡിയയിലൊക്കെയുള്ള അതിൻ്റെ ബഡ്ജറ്റിനെ കുറിച്ചുള്ള അതിശയകരമായ വിവരങ്ങൾ. മലയാളത്തിലെ മുൻനിര നടി എന്ന് പേരെടുത്ത ഗീതു 2009 ആണ് അഭിനയം തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചത്. അതേ വർഷം അവർ സംവിധാനം ചെയ്ത കേൾക്കുന്നുണ്ടോ എന്ന ഷോർട്ട് ഫിലിം വലിയ ശ്രദ്ധ പിടിച്ചുപറ്റി. അത് കഴിഞ്ഞ് ഹിന്ദിയിൽ സംവിധാനം ചെയ്ത ലെയേഴ്സ് ഡൈസ് എന്ന സിനിമ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. 2019 നിവിൻ പോളിയെ നായകനാക്കി മലയാളത്തിൽ സംവിധാനം ചെയ്ത മൂത്തോൻ പുറത്തിറങ്ങിയില്ലെങ്കിലും ചലച്ചിത്രമേളകളിലടക്കം വലിയ ശ്രദ്ധ നേടി, നിരവധി പുരസ്കാരങ്ങൾ നേടി. 2019 മികച്ച നടനുള്ള പ്രത്യേക ജൂറി പുരസ്കാരം നിവിൻ പോളിക്ക് നേടിക്കൊടുത്തു. അത് കഴിഞ്ഞാണ് യാഷിനെ നായകനാക്കി ഗീതു തന്നെ കഥ എഴുതി ടോക്സിക് സംവിധാനം ചെയ്ത് പുറത്തിറക്കുന്നത്. തിരക്കഥാ രചനയിൽ ഗീതുവിനൊപ്പം യാഷും പങ്കാളിയായിട്ടുണ്ട്. ടോക്സിക്കിൻ്റെ ട്രെയിലർ കണ്ടവർക്കറിയാം അതിൻ്റെ ചിത്രീകരണ കാലയളവ് ദീർഘിച്ചു പോയത് എന്തുകൊണ്ടായിരിക്കാം എന്ന്. അത്രമാത്രം ചെലവേറിയതും വൈവിധ്യമുള്ളതുമായ ലൊക്കേഷനുകളൊക്കെ ആ ട്രെയിലറിൽ തന്നെ 4 മിനിറ്റിലധികം നീളുന്ന ട്രെയിലർ തന്നെയുണ്ട്. എന്തായാലും കന്നഡയിൽ നിന്ന് ഒരു ഇന്ത്യൻ ഫിലിം എന്നാണ് യഷ് ആ സിനിമയെ വിളിച്ചത്. ട്രെയിലർ പ്രകാശന സമയത്തെ 3 പ്രസംഗങ്ങളിലെ പ്രധാന ഭാഗമാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഗീതു മോഹൻദാസ്, നയൻതാര, യഷ് ഇവരുടെ പ്രസംഗത്തിലെ നമുക്ക് ഒരുപോലെ കൗതുകമുള്ള ചില കാര്യങ്ങൾ മലയാളത്തിൽ വിവർത്തനം ചെയ്ത് പറയുന്നു മാത്രം. ആദ്യം യാഷിൻ്റെ പ്രസംഗ ഭാഗം. അദ്ദേഹം പറയുന്നു ബാംഗ്ലൂരിൽ നടന്ന പരിപാടിയെക്കുറിച്ചാണ്. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇത്രയും ദൂരം നിന്ന് വന്ന് ഇത്രയും അധ്വാനിച്ച് ഞങ്ങളുടെ കർണാടകയിലേക്ക് ബാംഗ്ലൂരുവിലേക്ക് വന്ന് ഈ പ്രോഗ്രാം കാണാനെത്തിയ എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ സമയത്തിനും അധ്വാനത്തിനും നന്ദി. പക്ഷേ ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്നു, ഇത് കന്നഡയോ തമിഴോ തെലുങ്കോ അല്ല, ഇതൊരു ഇന്ത്യൻ സിനിമയാണ്. ഇത് ശരിയായ ഉദാഹരണമാണ് ഓരോ വ്യവസായത്തിലെയും പ്രതിഭകൾ എങ്ങനെ മികച്ച രീതിയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്ന് കാണിക്കാൻ. ഈ സിനിമ യഷിൻ്റെ സിനിമയല്ല, അതായത് എൻ്റെ സിനിമയല്ല, ഇത് ഒരു ഇന്ത്യൻ സിനിമയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാ വലിയ സ്റ്റാറുകളും എല്ലാ വിജയികളും എല്ലാ പ്രതിഭകളും അവരുടെ അരക്ഷിതാവസ്ഥകളും ലക്ഷ്യങ്ങളും ചിലപ്പോൾ സ്വാർത്ഥതയും പോലും മാറ്റിവെച്ചിട്ടെടുത്ത ഒരു പ്രയത്നത്തിൻ്റെ ഫലം. എല്ലാ അഭിനേതാവും സ്വാർത്ഥരാണ്, അത് വസ്തുതയാണ്. നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും മികച്ചവനാവാൻ ആഗ്രഹിക്കുന്നു. ധാരാളം പേർ ഒരുമിച്ച് വരുമ്പോൾ നിരവധി സന്ദർഭങ്ങൾ രൂപപ്പെടും. നിങ്ങൾക്ക് അല്പം അസൗകര്യം തോന്നും, അരക്ഷിതാവസ്ഥ തോന്നും. പ്രൊമോഷനുകളിലോ മറ്റു പല കാര്യങ്ങളിലോ നമുക്കിത് സംഭവിക്കും. പക്ഷേ ഈ സിനിമ സംഭവിച്ചത് മനോഹരമായ പ്രതിഭകൾ അവരുടെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഇന്ത്യൻ സിനിമയെ ആഗോള വേദിയിലേക്ക് കൊണ്ടുവരാൻ എന്ന ലക്ഷ്യത്തോടു കൂടി എത്തിയതുകൊണ്ടാണ്. ഞങ്ങളിത് കന്നഡയിലും ഇംഗ്ലീഷിലും ഷൂട്ട് ചെയ്തു. നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ ഇംഗ്ലീഷ് മുമ്പ് എങ്ങനെയായിരുന്നുവെന്ന്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് ഇതാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും നിങ്ങളെ തടയരുത് അതിനുള്ള അവസരം എന്ന്. നമ്മളിൽ ഭൂരിഭാഗവും നമ്മെക്കുറിച്ച് മോശമായി പറയുന്നവരുടെ വാക്കുകൾ കേൾക്കുന്നു. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ എന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്നില്ല. ഞാൻ ആരുടെയും വാക്കും കേൾക്കാത്ത ഒരാളാണ്. ആരെങ്കിലും എന്നോട് നിനക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ ഭാവനയുടെ അഭാവമോ മൂഢതയോ മാത്രമേ കാണാറുള്ളൂ. കാരണം അത് വ്യക്തമായി ഞാൻ കാണുന്നുണ്ടെങ്കിൽ ശരിയായ അധ്വാനവും സമയവും ഊർജവും ആത്മാർത്ഥതയും പ്രവൃത്തിയും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ നേടാൻ കഴിയാത്തതായി ഒന്നും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സിനിമ വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നായിരുന്നു. പുറമെ കാണുമ്പോൾ തീരുമാനങ്ങൾ എളുപ്പമല്ലായിരുന്നു. ഇതൊരു പെർഫെക്റ്റ് കമേഴ്സ്യൽ പാക്കേജ് സിനിമയല്ല. ഇത് വളരെ യുണീക്കായ ഒരു കോമ്പിനേഷനും യുണീക്കായ ഒരു ശ്രമവും ആയിരുന്നു. പിന്നെയാണ് യഷ് സംവിധായികയെക്കുറിച്ച് പറയുന്നത്. ഞാനെപ്പോഴും ഡയറക്ടറുടെ മുൻ വിജയങ്ങളെക്കാൾ അവരുടെ പാഷനിലെയാണ് വിശ്വസിക്കുന്നത്. വിജയം നമുക്ക് മറ്റു പലരുടെ അധ്വാനത്തിലൂടെയും ലഭിക്കാം. എന്നാൽ എൻ്റെ മുൻ സിനിമയിൽ ഞാൻ വിജയിച്ചു എന്നത് എൻ്റെ മാത്രം അധ്വാനമല്ല, പലരും പ്രവർത്തിച്ചിട്ടുണ്ട്. പല തീരുമാനങ്ങളും അനുകൂലമായി മാറി. പക്ഷേ പാഷൻ ഒരിക്കലും വ്യർത്ഥമാകില്ല. ഞാൻ ആളുകളിൽ കാണുന്നുണ്ട്, അവർക്ക് പാഷനുണ്ടോ, അവർക്ക് സമയവും ഊർജ്ജവും നൽകാൻ കഴിയുന്നുണ്ടോ, അവർ വിശ്വസിക്കുന്ന കാര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടോ, ഈ കാര്യം മാത്രമാണ് നോക്കുക. അത്രമാത്രം. അതാണ് മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത്. ഗീതു മോഹൻദാസ് ഒരു ആശയവുമായി വന്നപ്പോൾ ഞാൻ കണ്ടത് ആ കത്തുന്ന പാഷനും ആഗ്രഹവും. എന്തിനെല്ലാം കഴിവുള്ള ആളാണ് എന്നും യഥാർത്ഥ സിനിമ എന്താണെന്നും ലോകത്തിന് കാണിക്കാനുള്ള അവരുടെ ആഗ്രഹവുമായിരുന്നു. അവർ വളരെയധികം സമയം ഇതിനു വേണ്ടി നൽകി, ധാരാളം ത്യാഗം
ത്യാഗങ്ങൾ സഹിച്ചു. ആ ത്യാഗത്തിൻ്റെയും പാഷൻ്റെയും ഫലം നിങ്ങൾ കാണാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഗീതു മോഹൻദാസിന്, സംവിധായികയ്ക്ക് അദ്ദേഹം നന്ദി പറയുന്നത്. അത്രയും സമയവും ഊർജ്ജവും ശരിയായ മനോഭാവത്തോടെയും ശരിയായ ഉദ്ദേശത്തോടെയും നൽകിയതിന് അദ്ദേഹം നന്ദി പറയുന്നു. ഒരു ത്യാഗവും വ്യർത്ഥമാകില്ലെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ കുടുംബം, ഭാവിയും നിങ്ങളെക്കുറിച്ച് അഭിമാനിക്കും. ഈ സിനിമയെ നിങ്ങൾക്ക് വർഷങ്ങളോളം അഭിമാനിക്കാവുന്ന ഒന്നായി മാറ്റിവെക്കാൻ കഴിഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിക്കുന്നത്. അത് കഴിഞ്ഞാണ് നയൻതാരയുടെ പ്രസംഗം വരുന്നത്. അതിൽ ഗീതുവിനെക്കുറിച്ചും യാഷിനെക്കുറിച്ചും പറഞ്ഞ ഭാഗം മാത്രമാണ് നമ്മളിവിടെ പരാമർശിക്കുന്നത്. നയൻതാര പൊതുവെ ഈ പ്രൊമോഷൻ പരിപാടിക്ക് പങ്കെടുക്കാത്ത ആളാണ്. അവർ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഞാൻ പ്രൊമോഷൻ ഇവൻറ്റുകളിൽ പങ്കെടുക്കാറില്ല. അതിൻ്റെ അർത്ഥം ആഗ്രഹിക്കുന്നില്ല എന്നല്ല, ഞാൻ അതിൽ അത്ര മിടുക്കിയല്ല, അതുകൊണ്ടാണ് അതിൽ നിന്ന് മാറി നിൽക്കുന്നത്. പക്ഷേ ഇത് പ്രത്യേകമായിരുന്നു, നിരവധി കാരണങ്ങൾ കൊണ്ട്. അതിൽ പ്രധാനം യാഷാണ് എന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹം ഒരു കോൾ മാത്രം ചെയ്തു, അത് മതിയായിരുന്നു ഈ ഇവൻറ്റിൽ പങ്കെടുക്കാൻ. കൂടാതെ വളരെ വളരെ പ്രത്യേകതയുള്ള മറ്റൊരു കാര്യമുണ്ട്, ഗീതു മോഹൻദാസ്. അവരെക്കുറിച്ച് ഞാൻ എന്ത് പറയും? ഗീതുവും ഞാനും വളരെ നീണ്ട മനോഹരമായ ഒരു യാത്ര പങ്കിട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു സിനിമയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. എത്ര വർഷം മുമ്പ് എനിക്ക് പോലും ഓർമ്മയില്ല, 20 വർഷം മുമ്പായിരിക്കാം. രാപ്പകലിൽ അഭിനയിച്ച കാര്യമാണ് അവർ അവിടെ വിശദീകരിച്ചത്. അത് അന്ന് കണ്ടത് മറ്റൊരു ഗീതുവിനെയായിരുന്നു. ഈ സിനിമയ്ക്കായി അവർ വിളിച്ചപ്പോൾ എനിക്കത്ര ഉറപ്പില്ലായിരുന്നു. കാരണം സിനിമയിൽ ഒരുപാട് അഭിനേതാക്കളുണ്ട്. ധാരാളം അഭിനേതാക്കളുടെ സിനിമ തിരഞ്ഞെടുക്കുമ്പം സാധാരണയായി അല്പം ജാഗ്രതയോടെ അല്ലെങ്കിൽ ആശങ്കയോടെ ഒക്കെയാണ് സമീപിക്കാറുള്ളത്. അതുകൊണ്ട് ഈ സിനിമയ്ക്കായി വിളിച്ചപ്പോൾ എനിക്ക് ഉറപ്പില്ലായിരുന്നു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ഈ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ അവർ തിരിച്ച് 10 മില്യൺ ചോദ്യങ്ങളാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, നിങ്ങൾ വന്ന് എനിക്ക് നറേറ്റ് ചെയ്തു തരൂ, അപ്പോൾ നമുക്ക് വിശദീകരിച്ച് വ്യക്തത വരുത്താം എന്ന് പറഞ്ഞു. അന്ന് നേരിട്ട് വന്ന് വിശദീകരിച്ചതിന് ആ നിമിഷം മുതൽ ഞാൻ ചിന്തിച്ചു, ഈ സ്ത്രീ ആരാണ്? ഈ ഡയറക്ടർ ആരാണ്? നാം ഇതുവരെ കാണാത്ത ഒരാൾ. നിങ്ങൾ അവിശ്വസനീയമായ ഒന്ന് കാണാൻ പോവുകയാണ്. ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടാവും അത്ഭുതകരമായിരിക്കാം, പക്ഷേ ഇപ്പോഴും സിനിമ കണ്ടിട്ടില്ല, അത് നിങ്ങളുടെ മനസ്സ് കീഴടക്കും. അത്രയ്ക്ക് അവിശ്വസനീയമായിരിക്കും ഗീതു മോഹൻദാസിൻ്റെ ഈ ചിത്രം. ഗീതു ഒരു ഡയറക്ടർ എന്ന നിലയിൽ അവരെക്കുറിച്ച് എനിക്ക് പറയാൻ ഒരുപാടുണ്ട്. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്രമാത്രം: ഒരു സംവിധായിക എന്ന നിലയിൽ എത്ര മികച്ചവളാണെന്നും നിങ്ങൾക്കുള്ള കൺസെപ്റ്റിനെ കുറിച്ച് എത്ര മികവുള്ള അടിത്തറയുണ്ട് എന്നും എല്ലാവരും സംസാരിച്ചു. പക്ഷേ ഒരു സ്ത്രീ എന്ന നിലയിൽ ഓരോ അഭിനേതാവിനെയും എങ്ങനെ പരിപാലിച്ചു? ആർക്ക് വേണമെങ്കിലും സ്നേഹം ആവശ്യമായിരുന്നപ്പോൾ നിങ്ങൾ നൽകി. ഇവിടെയുള്ള ഈ അഭിനേതാക്കൾക്കെല്ലാം നല്ല നിമിഷങ്ങളും മോശം നിമിഷങ്ങളും ബുദ്ധിമുട്ടുള്ള സമയവും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ അവരുടെ കൈപിടിച്ച് അവരോടൊപ്പം നടന്ന് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും മികച്ച കാര്യം ചെയ്തു. നിങ്ങളുടെ വികാരങ്ങൾ നിയന്ത്രണത്തിലല്ലാത്ത നിമിഷങ്ങളിൽ പോലും ചെയ്തു. പലപ്പോഴും അത്ഭുതപ്പെടുത്തി. ഒരിക്കൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾ ആരുടെയോ കാരവാനിലേക്ക് കയറിപ്പോയി തിരിച്ചു വന്നു. ഞാനും എല്ലാവരും അല്പം ഭയപ്പെട്ടിരുന്നു. കാരണം അതല്പം ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമായിരുന്നു. ഞാൻ ചോദിച്ചു, എന്ത് സംഭവിച്ചു? നിങ്ങൾ ബുദ്ധി നഷ്ടപ്പെട്ട അവസ്ഥയായോ? നിയന്ത്രണം പോയോ? ദേഷ്യത്തിൽ പറയാൻ പാടില്ലാത്ത എന്തെങ്കിലും പറഞ്ഞോ? അപ്പോൾ അവർ മറുപടി പറഞ്ഞു, ഇല്ല, ഞാൻ സ്നേഹത്തോടെ മാത്രം സംസാരിച്ചു, അത് പരിഹരിച്ചു എന്ന്. ഈ സ്ത്രീയെയും അവർ പ്രവർത്തിച്ച ഓരോ അഭിനേതാവിനോടുമുള്ള ആഴത്തിലുള്ള സമീപനത്തെയും കുറിച്ച് ഞാൻ അത്ഭുതപ്പെടുത്തു എന്ന് പറഞ്ഞാണ് നയൻതാര ഗീതുവിനെ കുറിച്ച് പറയുന്നത് അവസാനിപ്പിക്കുന്നത്. പിന്നീട് യാഷിനെ കുറിച്ച് പറയുന്നു. യാഷിനെ ആദ്യമായി കണ്ടുമുട്ടിയത് ധാരാളം സൂപ്പർ സ്റ്റാറുകളോടൊപ്പം പ്രവർത്തിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവമായിട്ടാണ് തോന്നുന്നത്. നിരവധി പേർക്കൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാവരും വലിയവരാണ്, എല്ലാവരും വളരെ നല്ലവരാണ്. അവർ ശരിക്കും നല്ലവരായതുകൊണ്ടാണല്ലോ സൂപ്പർ സ്റ്റാറുകളായത്. പക്ഷേ യാഷിനെ ഞാൻ കാണുന്നത് ആദ്യമായി കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ ഭാവനയാണ് കൂടുതലായും ആകർഷിച്ചത്. അതോടൊപ്പം അവർ കൗതുകരമായ മറ്റൊരു കാര്യം കൂടി പറയുന്നത്, യാഷ് എന്ന ഭർത്താവ് എന്ന നിലയിൽ, ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ, ഒരു പിതാവ് എന്ന നിലയിൽ ബഹുമാനം സൂക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ നിലനിൽപ്പിന് ആധാരമായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ചും നയൻതാര പറഞ്ഞുകൊണ്ടാണ്. അത് നമ്മൾ സാധാരണ കാണാറില്ല. ഓർമ്മിക്കുന്നത് മുന്നിൽ കാണുന്ന ആളെ മാത്രമായിരിക്കും. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ഇത് രാധികയ്ക്ക് ഒരു പ്രത്യേക പരാമർശമാണ്. ഒരു സിനിമ ബ്ലോക്ക് ബസ്റ്റർ ആകുമ്പോൾ എല്ലാവരും മെയിൻ കാസ്റ്റിനെ കുറിച്ചും പ്രധാനപ്പെട്ട ആളെക്കുറിച്ചും മാത്രം സംസാരിക്കും. എന്നാൽ എത്ര കഠിനാധ്വാനം അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത്, ഡെഡിക്കേഷൻ ഉണ്ട് എന്നുള്ളത് കാണാറില്ല. കുടുംബത്തെക്കുറിച്ചോ അവരുടെ ത്യാഗങ്ങളെക്കുറിച്ചോ സംസാരിക്കാറില്ല. അവിടെയുള്ള ഒരു സ്ത്രീ, യാഷിൻ്റെ ഏറ്റവും വലിയ ശക്തി അവരാണ് എന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹം വിശ്വസിക്കുന്ന ദർശനത്തിനായി അദ്ദേഹത്തിനൊപ്പം അവർ ത്യാഗം അനുഷ്ഠിക്കുന്നു എന്നുള്ളത് അത്ഭുതകരമാണ്. എനിക്ക് നിങ്ങളോടും ബഹുമാനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നയൻതാര പ്രസംഗം അവസാനിപ്പിക്കുന്നത്. മൂന്നാമതായി ഗീതു മോഹൻദാസിൻ്റെ മറുപടി പ്രസംഗമാണ്. അവർ സംവിധായിക എന്നുള്ള നിലയിൽ ഗീതുവിനെ സംബന്ധിച്ച് വളരെ വൈകാരികമാണ്. നമ്മൾ കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടുത്തെ ഒരു നടി അവിടെ പോയി വലിയൊരു സിനിമ ചെയ്യുന്നു, ഒരു ഇന്ത്യൻ സിനിമ ചെയ്യുന്നു, സ്വന്തം അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ വലിയ വിദ്വേഷ പ്രചരണത്തിന് ഇവിടെ ഇരയാകേണ്ടി വരുന്നു. അതൊന്നും അവിടെയുള്ള ആൾക്ക് അറിയണമെന്ന് പോലുമില്ല. ഒടുവിൽ ടോക്സിക്കിൻ്റെ ട്രെയിലർ വന്നപ്പോൾ
നേരത്തെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സംവിധായകൻ രഞ്ജി പണിക്കരുടെ മകൻ നിതിൻ രഞ്ജി പണിക്കരടക്കം അവരെ അവഹേളിച്ച് രംഗത്തെത്തിയത് കണ്ടു. ഒപ്പം പേട്ടൻ ആരാധകർ ഒന്നടങ്കം ഇറങ്ങി. എന്നാൽ അതുമാത്രമായിരിക്കില്ല അവരുടെ അനുഭവങ്ങൾ. അതുകൊണ്ട് ഗീതുവിൻ്റെ ഒരു ഇന്ത്യൻ സിനിമ എന്ന നിലയിൽ വലിയ കാത്തിരിപ്പിൻ്റെ ഫലമാണിത്. ഇത്രയും കാലം തൻ്റെ മകളെ പരിപാലിച്ചതിനടക്കം അമ്മയോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് അവർ പ്രസംഗം തുടങ്ങുന്നത്. ആദ്യമായി ഇത്രയും വർഷങ്ങളായി എൻ്റെ മകളെ പരിപാലിച്ചതിന്, ഇത്രയും വർഷങ്ങളായി എൻ്റെ മകളെ അവരുടെ സ്വന്തം മകൾക്ക് പറക്കാൻ കഴിയുന്നതിനായി പരിപാലിച്ചതിന്, വീട്ടിൽ കുട്ടികളുടെ കുടുംബങ്ങൾക്ക് ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ എന്നെ ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ മാറി നിന്നപ്പോൾ അങ്ങനെ സഹായിച്ച അമ്മയോട് ഒരിക്കലും മതിയായി നന്ദി പറഞ്ഞിട്ടില്ല എന്ന് പോലും തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ നന്ദി പറയുന്നതും വിശദീകരിക്കുന്നതും. ഒരു സിനിമ ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ആൽക്കെമി സംഭവിക്കുന്നു. നൂറുകണക്കിന് തീരുമാനങ്ങളും അദൃശ്യമായ അധ്വാനത്തിൻ്റെ മണിക്കൂറുകളും എങ്ങനെയോ ഒത്തുചേർന്ന് പ്രേക്ഷകർക്ക് അനായാസമായി തോന്നുന്ന ഒന്നായി മാറുന്നു. അതാണ് എൻ്റെ ക്രൂവിൻ്റെ ഏറ്റവും അഭിമാനാർഹമായ നേട്ടം. അതുകൊണ്ടാണ് നാം ഈ സമയത്ത് ഇവിടെ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മുഴുവൻ ക്രൂവിനും പ്രൊഡക്ഷൻ ടീമിനും ടോക്സിക്കിലെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ടാണ് അവർ വിശദീകരിക്കുന്നത്. ഓരോരുത്തരെയും വേർതിരിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് നയൻതാരയെക്കുറിച്ച് പറയുന്നുണ്ട്. അവരെക്കുറിച്ച് സംസാരിക്കുക അസാധ്യമാണ്. എപ്പോഴും ഞാൻ ജയിക്കാൻ ഇഷ്ടപ്പെടുന്നു, പക്ഷേ നിങ്ങളെ വളരെ സ്നേഹിക്കുന്നു, നിങ്ങൾക്ക് അതറിയാമെന്ന് ഞാനും കരുതുന്നു. നയനും അത് പറഞ്ഞു. എല്ലാ സ്നേഹവും തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായും ആത്മാർത്ഥമായ ബന്ധത്തെ വിശദീകരിച്ചുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. യഷ് എന്ന നടനെക്കുറിച്ച് പറയുമ്പോൾ അവർ കൂടുതൽ വൈകാരികമായി യഷിനെ ഒപ്പം പ്രവർത്തിക്കുന്നത് എങ്ങനെയുണ്ടെന്ന് പലരും ചോദിക്കാറുണ്ട്. വാക്കുകൾ കുറവായി വരുന്നു. കാരണം നിങ്ങളിപ്പോൾ തന്നെ കണ്ടു അദ്ദേഹം എല്ലാവർക്കും എന്താണ് എന്ന്. അവിടെ ഇരുന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, ഞാൻ എന്തു പറയും എന്ന്. കാരണം യഷ് എനിക്കൊരു അത്ഭുതകരമായ പ്രൊഡ്യൂസർ മാത്രമല്ല, വെറും ബ്രില്യൻ്റ് അഭിനേതാവ് മാത്രമല്ല, അത്ഭുതകരമായ അനുഭവം നൽകിയ കോ റൈറ്റർ മാത്രമല്ല, അദ്ദേഹം ഒരു വികാരമാണ്. അത് വളരെ ആഴമുള്ള ഒരു വികാരമാണ്. ഈ സിനിമയ്ക്ക് ശേഷം എൻ്റെ പാത എങ്ങനെയാകുമെന്ന് എനിക്കറിയില്ല, ഞാൻ എവിടേക്ക് പോകുമെന്നറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, എൻ്റെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്ന എന്തിലും നിങ്ങളുടെ ഒരു ഭാഗം ഇനി എന്നോടൊപ്പം ഉണ്ടാകും. അത് ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്, നിങ്ങളെൻ്റെ ആത്മാവിൽ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് യഷിനെക്കുറിച്ച് പറഞ്ഞ് ഗീതു പ്രസംഗം അവസാനിപ്പിക്കുന്നത്. വലിയ പ്രതീക്ഷകൾ ഉയരുന്നുണ്ട്. കാത്തിരിക്കാം ടോക്സിക് എങ്ങനെയുണ്ട് എന്നറിയാം. നന്ദി, നമസ്കാരം.